ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് ക്രിസ്മസിൻ്റെ വെക്കേഷൻ ആയതുകൊണ്ട് ഹസ്ബൻഡ് വന്ന കാര്യം പറഞ്ഞായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ ഒരാഴ്ചത്തെ ലീവിനായിരുന്നു ആൾ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് ടൈമേ കിട്ടിയിട്ടുള്ളൂ. എങ്കിൽ ആ ഒരു ദിവസങ്ങളൊക്കെ നമ്മൾ നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും പിന്നെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, മോളും അനിയത്തിയായിട്ടാണ് നമ്മൾ പോയത് നമ്മുടെ മലയാറ്റൂരുള്ള നക്ഷത്ര തടാകത്തിലേക്കാണ്. നമ്മളെല്ലാ ഇയറും നടത്തുന്നൊരു ഫെസ്റ്റാണ് ഇവിടെ. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യാൻ വരാറുണ്ട്. ഒരു 2 ഇയർ മുന്നേ വരെ ആളിവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നമുക്ക് എന്താ പറയുക, ഈ കുറേ സ്റ്റാർസും ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഏകദേശം 12,000-ഓളം വരുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അതിൻ്റെ കൗണ്ട് അറിയില്ല. എങ്കിൽ പോലും ഈ തടാകത്തിന് ചുറ്റും അത്രയും അവർ നല്ല രീതിക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് കാണാൻ നല്ല രസമാണ്. ഇപ്പം നമ്മുടെ കൂടെ അനിയത്തി ഉണ്ട്, പിന്നെ ഞങ്ങളുടെ 2 പേര്, ഹസ്ബൻഡിൻ്റെ എൻ്റെയും ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഷാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ മോളുണ്ടായിരുന്നു, ജാനിക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ആളുടെ കൊളീഗ്സായിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വർക്ക് ചെയ്യാൻ വരാറുണ്ട്, അവരൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ മോള് നല്ല രീതിക്ക് അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവൾക്ക് വളരെ ചുരുക്കമാണ് ഇതുപോലെയൊക്കെ ഒന്ന് പുറത്തേക്ക് പോകാനായിട്ട് പറ്റാറ്. കാരണം ഹസ്ബൻഡ് പുറത്തായതുകൊണ്ട് തന്നെ നമുക്ക് ആൾ വരുന്ന ടൈമിലാണ് കൂടുതലും ഇതുപോലെയൊക്കെ പുറത്ത് പോകാനുള്ള അവസരങ്ങൾ കിട്ടാറ്. അപ്പോൾ അവളുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്, എല്ലാവരും നോക്കുന്നുണ്ട് എന്താ സംഭവം. കുറേ പേരൊക്കെ കൂക്കി വിളിക്കുന്നുണ്ട്. പിന്നെ അവിടെ കിടന്ന് ഡാൻസും കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളത് നല്ല രീതിക്ക് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയ കാഴ്ചയൊക്കെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ നമുക്കത് വളരെ വിലപ്പെട്ടതല്ലേ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ടൈം എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് കിട്ടില്ല. അവർ ഡെയിലി അവർക്ക് ഓരോരോ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനതൊക്കെ നല്ല രീതിക്ക് എൻജോയ് ചെയ്യുമായിരുന്നു. അനിയത്തിനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാൻ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അല്ലെങ്കിൽ തന്നെ കിട്ടുമല്ലോ, ഞാൻ ബാക്കിയുള്ളവരെല്ലാം എടുക്കുന്നത്. അപ്പോൾ ആൾ വന്ന് ആളായിട്ട് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. യന്ത്രൂഞ്ഞാലുണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ പിള്ളേർക്കും വലിയവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒത്തിരി സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് കയറണം എന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ ഒന്നും വിടാറില്ല, ഏതെങ്കിലും ഒക്കെ നമുക്ക് കയറുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ അഡ്വഞ്ചറായിട്ടുള്ള ഇങ്ങനത്തെ ചെറിയ അഡ്വഞ്ചർ കേട്ടോ. ഭയങ്കര താല്പര്യമാണ്. ലാസ്റ്റ് നമ്മൾ ദുബായി പോയപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവത്തിൽ കയറിയായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ആകെ ജാനിക്കുട്ടിക്ക് കളിക്കാൻ പറ്റിയ 1-2 ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ബൈക്കിൻ്റെ ഒരു ഇതും ഉണ്ടായിരുന്നു, ഈ കാറും ഉണ്ടായിരുന്നു. ഇത് അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കയറാണ്ട്. എനിക്ക് നല്ല വെയിറ്റുള്ള കാരണം, അത്യാവശ്യം വെയിറ്റുള്ള കാരണം എനിക്ക് അതിൽ കയറാൻ പറ്റില്ല അവളെയും കൊണ്ട്. അപ്പം ഞാൻ പയ്യെ എൻ്റെ നാത്തൂനെ പിടിച്ച് കയറ്റി. അവളധികം സൈസ് ഇല്ലാത്ത കാരണം കൊച്ചിൻ്റെ ഒപ്പം ഇരിക്കാൻ യാതൊരു വിഷയം ഉണ്ടായിരുന്നില്ല. പുള്ളി എന്നെ സമ്മതിച്ചില്ല, എനിക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ ഇവിടുത്തെ പപ്പാനി. അപ്പോൾ അവൾ ഇങ്ങനെ നടക്കുമായിരുന്നു. എൻ്റെ പൊന്നോ, നമ്മൾ ഇതുപോലെ ഓരോ അടുത്തടുത്ത് തന്നെയായിട്ട് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ലൈറ്റ്സിൻ്റെ കുറേ ഐറ്റംസ് ആയിരുന്നു അവരുടെ കയ്യിൽ. അപ്പോൾ അവൾക്ക് പിന്നെ അതിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഒരു വട്ടം അവളെ കയറ്റിയതാണ്. പിന്നെ അവൾ പിന്നെയും വാശി പിടിച്ചപ്പോൾ ആൾ പിടിച്ച് കയറ്റി ഇരുത്തി. ആദ്യമൊക്കെ പയ്യാണ് കറക്കിയതെങ്കിലും പിന്നീട് അത്യാവശ്യം സ്പീഡിൽ കറക്കി. അവൾക്ക് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം കയറ്റിയപ്പോൾ എനിക്ക് പേടിയായിരുന്നു, അതാണ് ഞാൻ അമ്മൂനെയും പിടിച്ച് കയറ്റിയത്. ഇപ്രാവശ്യം അവൾ ഒറ്റയ്ക്കാണ് കയറിയത്. അവൾക്കത് അതിൽ നിന്ന് ഇറങ്ങാൻ യാതൊരു ഇതും ഉണ്ടായിരുന്നില്ല. കിടന്ന് വാശി പിടിക്കുമായിരുന്നു. അതിൽ നിന്ന് പിടിച്ചിറക്കിയപ്പോൾ കരച്ചിലായി ലാസ്റ്റ്. പിന്നെ അധികം നേരം ഇരുത്താൻ നിർവാഹമില്ലാത്ത കാരണം നമ്മൾ പയ്യെ മാറ്റി എടുത്തു. പിന്നെ നമ്മൾ പയ്യെ ഐസ്ക്രീം കഴിക്കാൻ പോയി. ഞാൻ 2 ഫ്ലേവർ മിക്സായിട്ടാണ് വാങ്ങിച്ചത്.
ബ്ലൂബെറിയും വേറെ ഒരു ഫ്ലേവറും കൂടി വാങ്ങിച്ചായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കോളേജ് മേറ്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അവരെ കണ്ടു, സംസാരിച്ചു. പിന്നെ അവരുടെ ഒപ്പം ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ഗെയിംസ് കളിച്ചിട്ട് ഇതിലാണെന്ന് തോന്നുന്നു, ഈ ഗെയിം കളിച്ചിട്ടാണെന്ന് തോന്നുന്നു. ആ ടൈമിൽ ഞാൻ അങ്ങോട്ട് മാറി നിൽക്കുമായിരുന്നു. 2 ബാസ്ക്കറ്റ് നമുക്ക് കിട്ടിയായിരുന്നു, ചെറിയ ബാസ്ക്കറ്റ് കിട്ടിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഒരു മസാല ചേർത്തിട്ട് സവോള പിന്നെ 1-2 ഗ്രീൻ പീസ് പോലത്തെ എന്തൊക്കെയോ അതൊക്കെ ചേർത്തൊരു ചെറിയൊരു ഇത് വാങ്ങി. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണാറുണ്ടല്ലോ ഉത്സവപ്പറമ്പുകളിലൊക്കെ കാണുന്ന അച്ചെന്നാണ് പറയുക, അത് കണ്ടായിരുന്നു. പിന്നെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി കുറച്ച് നേരം അവൾ ഇരുത്തി. അവൾക്ക് തന്നെ ഊർന്നിറങ്ങാൻ പറ്റാത്ത കാരണം അനിയത്തീനെയും പിടിച്ച് കയറ്റിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഗ്ലാസ് വാങ്ങി. ഈ ലൈറ്റ് കത്തുന്ന നല്ല രസമാണ്, അത് വെച്ചിട്ട് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ എടുത്ത് കൂട്ടിയായിരുന്നു. ഇതൊക്കെ ഒരു മെമ്മറി ആണല്ലോ, അതുകൊണ്ട് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുന്നു. അക്കുവിനും ചെറിയൊരു വീഡിയോ എടുത്തായിരുന്നു, അക്കുവിൻ്റെയും. ഇപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഉണ്ടല്ലോ, എന്താ ഗ്ലൂക്കോസ് പൊടി എന്ന് പറഞ്ഞിട്ട്, അതിലൊരു വീഡിയോ നമ്മൾ അവളുടെ ചെയ്തായിരുന്നു ഈ ഒരു ഗ്ലാസ് വെച്ചിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ, മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു നമുക്ക്. പിന്നെ ഞങ്ങളുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. റീൽസൊക്കെ ഇടാമല്ലോ, ചുമ്മാ ആൾ പോയാലും നമുക്കതൊക്കെ ഒരു ഓർമ്മയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് അനിയത്തീനെ കൊണ്ട് ഞാൻ എടുപ്പിച്ചു, മനഃപൂർവ്വം എടുപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പയ്യെ ഇറങ്ങുന്ന ടൈമിൽ അവൾക്ക് വളയൊക്കെ വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല പെട്ടിക്കടയിൽ നിന്ന്. പിന്നെ നമ്മളത് ഒരു സംഭവം എന്താ അതിനെ പറയാമെന്ന് എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണിത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അവിടുന്ന് പയ്യെ നമ്മൾ ഇറങ്ങി എയർപോർട്ട് എത്തിയപ്പോൾ ഒരു ചായ കുടിക്കണമെന്ന് തോന്നി. നമ്മളെപ്പോഴും ചായ കുടിക്കാൻ വരാറുണ്ട്, ആളുള്ളപ്പോഴൊക്കെ വരാറുണ്ട്. പിന്നെ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചു. അക്കുവിന് വേണ്ടാന്ന് പറഞ്ഞു, അക്കു കുടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വേണ്ട, നോ എന്നൊക്കെയാണ് അവൾ പറയുന്നത്. പയ്യെ സംസാരിച്ചൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരു മാർച്ച് ആകുമ്പോൾക്ക് 2 വയസ്സാവും. ഫസ്റ്റ് ബർത്ത്ഡേ അവിടെ വെച്ചിട്ടായിരുന്നു. ഞാൻ ആ ടൈമിൽ പുറത്തായിരുന്നു, ഹസ്ബൻഡിൻ്റെ അടുത്തായിരുന്നു. പിന്നെ നമ്മൾ മലബാറിലാണ് പോയത് ഫുഡ് കഴിക്കാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ മലയാറ്റൂരിൽ നിന്ന് ഇറങ്ങിയത്. ഫുഡ് കഴിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് 2 മണിയോളമായി. അപ്പോൾ നമ്മുടെ ഡേ ഇങ്ങനെയായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ ഓർഡർ ചെയ്തത് ചപ്പാത്തിയും പൊറോട്ടയായിരുന്നു. പിന്നെ കറി ചില്ലി ചിക്കനും ചില്ലി ഗോപിയും ഓർഡർ ചെയ്ത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഷാനാണ് അതിൻ്റെ ഇടയിൽ നിന്ന് കറിയിൽ നിന്ന് ചെറിയൊരു എന്താ പറയുക റൈസ് കിട്ടിയായിരുന്നു. അപ്പോൾ അവൻ ചോദിക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ സർവീസിൻ്റെ ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ ആ ടൈമിൽ പുള്ളിയോട് ചോദിച്ചു. പുള്ളി പറഞ്ഞ് അത് ബിരിയാണി റൈസിൻ്റെ ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അറിയാണ്ടല്ല അവരിങ്ങനെ കറി അതിൽ നിന്ന് എടുക്കുമല്ലോ, ആ ടൈമിൽ വന്ന് പെട്ടതാണെന്നാണ് പറഞ്ഞത്. ഫുഡ് വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ടൈമിൽ വീഡിയോ എടുത്തപ്പോൾ അതും കൂടി പെട്ടു. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മളിവിടെ നിന്ന് പയ്യെ ഇറങ്ങി വീട്ടിലെത്തി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.